ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ സാധാരണ വരിക ഓരോ ചെടികൾ നടുക അല്ലെങ്കിൽ വിളവെടുപ്പ് അതൊക്കെ പറഞ്ഞിട്ടാണ് കാണിച്ചു തരിക. ഇന്ന് ഞാൻ വരുന്നത് ആ ചെടികൾക്കൊക്കെ ഉള്ള ഒരു ടോണിക്ക്, പെട്ടെന്ന് നല്ല ഫലപുഷ്ട നല്ല ഉഷാറായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോണിക്ക്, ഒരു മരുന്ന്. അത് ഒരു വളവുമാണ്, എന്നാൽ അതിന് ഒരു കീടനാശിനി കൂടെ, രണ്ടും കൂടെ ഒരു മരുന്ന് ഉണ്ടാക്കാൻ പോവുക. അത് ഞാൻ നിങ്ങളെ കാണിച്ചു കൊണ്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എന്നാൽ വരി നമുക്ക് ഉണ്ടാക്കാലോ. ഫസ്റ്റിൽ നമുക്ക് ഒരു ബക്കറ്റ്, ഈ ബക്കറ്റ് അങ്ങനെ ഉണ്ടാക്കുന്ന ആഴ്ചയിൽ ഞാൻ ഉണ്ടാക്കുന്ന ബക്കറ്റാണ് ഇത്. അതിന്റെ വേസ്റ്റാണ് ഇത് കേട്ടോ. ബക്കറ്റ് ഇത് ചാണകം പുളിപ്പിച്ച ചാണകം മേലാവുന്നതിന്. പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത്. കഞ്ഞിവെള്ളം ഞാൻ 2-3 ദിവസം ഒന്നിച്ചെടുക്കല. ഇവിടെ ഇത്ര അധികം കഞ്ഞിവെള്ളം ഒന്നും ഉണ്ടാവില്ല. പിന്നെ ചായപ്പൊടി ചണ്ടി കഴിക്കും. നിങ്ങൾ ഓർക്കുക എങ്ങനെയാണ് എനിക്ക് ഇത്രയധികം ചായപ്പൊടി ചണ്ടി കിട്ടുന്നത്. അത് ഹോട്ടലിലൊക്കെ ഉണ്ടാവില്ലേ, ഹോട്ടലിലൊക്കെ ചായപ്പൊടിന്റെ ചണ്ടി ബാക്കിൽ ഒരു ചാക്ക് നിറയെ ഉണ്ടാവും ഓരോ ദിവസവും. എനിക്ക് അങ്ങനെ ഒരാൾ തന്നതാണ്. അപ്പൊ ഞാൻ ബാക്കി ഉണക്കി വെച്ചിന്. ഇത് ഞങ്ങൾക്ക് ചായപ്പൊടി ചണ്ടി നല്ല ഫസ്റ്റാണ്. അതും കൂടെ കൂട്ടുന്നുണ്ട്. അത് ഒരു വളവാണ്, എന്നാൽ ഒരു കീടനാശിനി കൂടെയാണ്. പിന്നെ വെണ്ണീര് എന്ന് പറയൂ, എല്ലാവരും എന്താ പറയാന്നറിയാം, വെണ്ണീര്. അതൊക്കെ കീടങ്ങൾ നശിക്കാൻ നല്ലതാണ്. പിന്നെ ഞാന് അലോവേര ജെല്ല് കുറച്ചെടുത്ത് മിക്സ് ആക്കിയിട്ടുള്ളതായിട്ട്. അലോവേര ജെല്ല് നിങ്ങളൊരു കൃഷിക്കാരനാണെങ്കിൽ നിങ്ങൾക്കൊരു അലോവേര കറ്റാർവാഴ നിർബന്ധമായിട്ടുണ്ടായിരിക്കും. അതിന്റെ തണ്ട് മുറിച്ച ഉപ്പും ജെല്ല്. പിന്നെ പ്രധാനമായി ഞാൻ കാണിക്കുന്നത് പഴത്തോടും ഉള്ളിത്തൊലിയും കൂടെ മിക്സ് ആക്കിയത്. ഇതങ്ങ് കറക്കി കഴിഞ്ഞാൽ ചെടികൾ വേഗം വലിച്ചെടുക്കും. ലിക്വിഡ് ആണെങ്കിൽ തൊലി അപ്പാട് ഇടുന്നേക്കാളും നല്ലതാണ് ഇത് മിക്സിയിൽ അരച്ചത്. കുറച്ച് വേനൽക്കാലത്ത് ശ്രദ്ധിക്കണം. എല്ലാം കൂടെ അങ്ങ് മിക്സ് ആക്കി ഡയലൂട്ട് ചെയ്യുക. ഈ മിക്സിന്റെ ജാറ് നല്ലത്. അതേ ശ്രദ്ധിക്കുന്നു. വേഗം അരച്ചു. ഇപ്പൊ ഞാൻ ഉണ്ടാക്കാൻ ആദ്യം തന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത്, ചാണകം പുളിപ്പിച്ചത്, ചായപ്പൊടി ചണ്ടി, വെണ്ണീര്, പഴത്തോട് അരച്ചത്, പിന്നെ കറ്റാർ വായിച്ചത് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇത്. നമ്മള് ഒരു 4 ഇരട്ടി വെള്ളം ഒഴിക്കണം. 4 ഇരട്ടി വെള്ളം ഒഴിക്കണം. നേർപ്പിച്ചെടുക്കുക. ഈ വെള്ളം നമ്മള് ഓരോ ചെടീന്റെ ഒരട്ട് ഒഴിച്ചു കൊടുത്താല്, ചെടീന്റെ മേലൂടെ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്താല് അങ്ങനെയൊന്നും കീടാക്രമണം ഉണ്ടാവില്ല. ഈ നീര് ഊറ്റി കുടിക്കുന്നില്ലേ, ആ ഈച്ചയിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. അപ്പൊ നമുക്ക് നേർപ്പിച്ചിട്ട് ഞാൻ കുറച്ചും കൂടെ നേർപ്പിക്കും. എന്റെ ബക്കറ്റ് കുറച്ച് ചെറുതാ. ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഞാൻ വീണ്ടും ഇത് നേർപ്പിക്കും. കണ്ടില്ല കളറ്? നല്ല മരുന്ന്, ഒരു ടോണിക്കായി. ഞാൻ ഓരോന്നിങ്ങനെ ഒഴിക്കുന്നത് കാണിച്ചു തരാം. പഴത്തോടി ഉള്ളിത്തൊലി രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. നല്ലൊരു വളമായി. ഇതൊന്ന് കറക്കിയാ മതി. അപ്പോഴേക്കും സൂപ്പർ ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഉള്ളിത്തോലുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത് ഈ കളറ് വന്നത്. ചട്ടിയിൽ നട്ട് വളർത്തിയാൽ മതി. ഒന്നപ്പുറം ഉണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ നിന്നാണ് ഒരു ഇങ്ങനെയുള്ള ഒരു തണ്ട് മുറിച്ചെടുത്ത് അരച്ചതാ ഞാൻ കാണിച്ചത്. എല്ലാവരും ഓരോ കറ്റാർവാഴ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്. അങ്ങ് നേർപ്പിക്കും. ഇളക്കി
ഇളക്കിയൊന്നും വേണ്ട, ലൂസായിന് നല്ലോണം നേർപ്പിച്ചിന്. ഇനി നമുക്കിത് അതിന്റെ കടയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ചെടികൾ നോക്കി നിൽക്കുക, വളരും, നന്നായിട്ട് കഴിക്കും. കളർ തന്നെ കണ്ടാൽ മതി, നല്ലൊരു ടോണിക്കിന്റെ കളർ തന്നെയാ. കണ്ടില്ലേ എന്റെ വഴുതിനെ? നല്ല സൂപ്പറായി കണ്ടോ? എല്ലാത്തിനും എന്റെ കടയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ ഇത് തക്കാളിയോ കുറച്ച് ഞാൻ ഉള്ളിത്തണ്ടിൽ ഒഴിച്ചു കൊടുത്തു. ഉള്ളിത്തണ്ട് കണ്ടില്ലേ? ഇതിനൊക്കെ ഉള്ളിത്തണ്ട് ഇവിടെ കലശാലുണ്ടായിരുന്നു. ഉള്ളിത്തണ്ട് നോക്കി, എന്റെ ഉള്ളിത്തണ്ട് ഇതിനൊക്കെ ഇടക്കിടക്ക് ഒഴിച്ചു കൊടുത്തു. കോളി ഇതെന്റെ ചീരയാ, വെണ്ട ഇതൊക്കെ പറിക്കാനായൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. വേറൊരു കോഴി ഇവിടെ, ഇവിടെ ഒരു കോഴി, ഇവിടെ കോഴി. കോളിഫ്ലവർ വേഗം ഉണ്ടാവും, കാബേജ് അത്ര പെട്ടെന്ന് ഉണ്ടാവില്ല. ഇതൊരു കാബേജ്. തക്കാളി തയ്യോ പൂവിടാൻ തുടങ്ങി, കണ്ടില്ല? തക്കാളി ഞാൻ എടുത്തുണ്ട് വട്ടെ, ഇനിയും വേണം. എന്താ അടിപൊളി ഉരുളക്കിഴങ്ങിനെ വെച്ചു കൊടുക്കട്ടെ. ഇത് അങ്ങനത്തെ ഒരു മരുന്നാ, ഒരു ടോണിക് തന്നെയാണ് ഇത്. അതിലൊക്കെ പഴത്തോട് അരച്ചാൽ തന്നെ മതി, വേഗം പിടിക്കും. ഇതെന്റെ മധുരക്കിഴങ്ങിന്റെ മരുന്ന് കണ്ടുപിടിക്കാൻ പാടുപെടുക, അത്രക്കും ഇങ്ങനെ ശക്തിയിൽ ഇങ്ങോട്ട് വള്ളി വന്നിട്ട്. എവിടെ ഇതിന്റെ വള്ളിയുടെ തല മരുന്ന് എന്താ മനസ്സിലാവുന്നില്ല എവിടെ. ഇതൊക്കെ എന്റെ ഉള്ളികളാ. ഉള്ളി ഇനി കുറച്ചും കൂടി ഒഴിക്കാനുണ്ട്. ഇതെന്റെ കുറ്റി കുരുമുളക. അതിന്റെ ഇടയ്ക്ക് കുറെ ചെടികൾ വളർന്നു വന്നു, അതൊക്കെ ഞാൻ അത് മാറ്റും. കുറച്ചും കൂടെ അങ്ങ് വലിപ്പം വെച്ചോട്ടെ. നീ എന്റെ പൊന്നാങ്കണ്ണി കണ്ടോ? എന്റെ പൊന്നാങ്കണ്ണി എവിടെ ഉള്ളത് നോക്ക്, ഹാങ് ചെയ്തെടുത്തിട്ട്. എന്താ ഉഷാർ പൊന്നാങ്കണ്ണി, ഉഷാറുണ്ടായി. ഇത് സ്ഥിരമായിട്ട് പൊന്നാങ്കണ്ണി കഴിക്കുന്നവർക്ക് പകൽ പോലും നക്ഷത്രത്തെ കാണാന്നാ പറയുന്നത്. അത്രക്കും പവറാ കണ്ണിന്. പൊന്നാങ്കണ്ണിക്ക് വെച്ച് കിട്ടണം. ഇത് നല്ല വെയില് വേണം. അപ്പൊ വെയില് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ഹാങ് ചെയ്ത് അങ്ങ് ഇട്ടണം. നിത്യവഴുതിന അതിന്റെ കടുക്കല് കുറച്ച് വെച്ചു. ഇത് നീളം വഴുതിന ഇപ്പൊ എന്താണെന്ന് വിളവെടുക്കും. ണ്ടല്ലോ സാധാരണ വളം ഉണ്ടാക്കുമ്പോ അത് ഒരാഴ്ചയൊക്കെ മൂടി വെച്ച് ഇളക്കി ഒരാഴ്ച വരെ നിർത്തിയിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ഉണ്ടാക്കി ആ സ്പോട്ടിൽ തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ കഞ്ഞിവെള്ളം പൊളിപ്പിച്ച് 2-3 ദിവസമായിട്ടുണ്ട്. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ, നമുക്ക് ആ സ്പോട്ടിൽ ഒഴിക്കുക. പഴത്തോട് അരച്ചത്, വെണ്ണീര്, അലോവേര ജെല്ലി എല്ലാം കൂടെ മിക്സാക്കി ഉണ്ടാക്കി കുറേ ചെടികൾക്ക് സ്പോട്ടിൽ തന്നെ ഒഴിച്ചു കൊടുക്കും. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ എന്റെ വളവും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു, എന്റെ പച്ചക്കറികളൊക്കെ. എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും